തുടർച്ചയായ രണ്ടാം മാസവും അഫ്ഗാനിൽ നിന്ന് ഇന്ത്യക്ക് ഒരു അതിഥി ഉണ്ടായിരുന്നു. ആരാണ് ആ അതിഥി? ആ അതിഥി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അഫ്ഗാൻ വ്യാപാര മന്ത്രിയായിരുന്ന അൽഹാജ് നൂറുദ്ദീൻ അസീസി ആയിരുന്നു ആ പ്രധാനപ്പെട്ട അതിഥി. 5 ദിവസത്തെ സന്ദർശനമാണ് അസീസി ഇവിടെ നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ നവംബർ 19-ന്, ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് അസീസി ഡൽഹിയിൽ എത്തിയത്. ഒക്ടോബറിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി 6 ദിവസം നീണ്ട ഒരു പര്യടനം ഇവിടെ നമ്മുടെ രാജ്യത്ത് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നാലെ തന്നെ തുടർച്ചയായ രണ്ടാം മാസം ഇവിടെ അഫ്ഗാനിൽ നിന്ന് താലിബാൻ ഭരണകൂടത്തിന്റെ ഭാഗമായ ഒരാൾ എത്തുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമാകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു ആക്രമണം അവിടെ നടക്കുന്നുണ്ട്. ആ ആക്രമണം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ നടത്തിയ എയർ സ്ട്രൈക്കിന് പിന്നിൽ അമേരിക്കയാണ് എന്ന് പറയുന്നുണ്ട്. അമേരിക്ക അറിയാതെ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള മറുപടിയൊക്കെ ഓങ്ങിയിരിക്കുകയാണ്. അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും നമ്മൾ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്കുള്ള വാതിൽ പൂട്ടി സീല് ചെയ്ത് വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ പിന്നെ എന്താണ് ധൃതി പിടിച്ച് രണ്ടാമത്തെ മാസം ഒരു പ്രധാനപ്പെട്ട അതിഥി വന്നു പോയിട്ട് ഒരു മാസം കഴിയുന്നു, അപ്പോൾ തന്നെ അടുത്ത അതിഥി നമുക്ക് വരികയാണ്. അപ്പോൾ അതായത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ നിന്ന് ഒരു ഗിണ്ടി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, പാകിസ്ഥാനേ വേണ്ട, അത് ചൊറ പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്, ഇനി ഞങ്ങൾക്ക് ചൊറ പിടിക്കാനൊന്നും പറ്റില്ല. അതായത് നിലവിൽ ഇന്ത്യയുമായിട്ട് അടുപ്പത്തിലാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഇവരുടെയൊക്കെ മനസ്സ് എപ്പോൾ മാറുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ്. മാത്രമല്ല, ഒരു തകർന്നു കിടക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഇന്ത്യക്കാരുടെ ഭാരതീയരുടെ ഒരു രീതിയേ അല്ല. എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും ഒഴിവാക്കി അവര് ചിന്തിക്കുന്നത് മുഴുവൻ എന്നാൽ ഇനി മുതൽ ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ബന്ധങ്ങളും ഇന്ത്യയുമായിട്ടാകാം. അതാകുമ്പോൾ എന്താണ്, വിശ്വസിക്കാൻ കൊള്ളാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ എന്തൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചാലും ഈ പറയുന്ന രീതിയിലെല്ലാം ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആത്യന്തികമായിട്ട് എന്ത് വേണം? വിശ്വാസ്യത വേണം. ആ വിശ്വാസ്യത എന്ന് പറയുന്നത് ഇന്ത്യക്കുണ്ട്. അത് എല്ലാ ലോകരാഷ്ട്രങ്ങളും പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഈസ് ട്രസ്റ്റബിൾ കൺട്രി. അത് കൃത്യമായ നിലപാടുകളുണ്ട്. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, പക്ഷെ നിലപാടുകളുണ്ട്, വിശ്വസിക്കാം. നമ്മൾ പിന്നീന്ന് കുത്തുന്ന പരിപാടിയൊന്നുമില്ല. അതായത് ചൈനയുടെ പരിപാടിയില്ല, അമേരിക്കയുടെ പരിപാടി നമുക്കില്ല. ഉള്ള കാര്യം നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ്. അതായത് എന്തായാലും ഈ അഫ്ഗാനിസ്ഥാൻ കാണിക്കുന്ന ഇത്തരത്തിലെല്ലാ ബന്ധങ്ങളും ഇന്ത്യയുമായിട്ടാകാം എന്ന് പറയുമ്പോൾ അതിനോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യ വരുന്നുണ്ട്. വ്യാപാരത്തിനായിട്ട് പാകിസ്ഥാനിലൂടെ ഉള്ള കരമാർഗമുള്ള സഞ്ചാരപാതയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കടൽ വ്യോമപാതകളൊക്കെ ഉപയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പാകിസ്ഥാന് വിദേശ നാണയം നേടിക്കൊടുത്ത ഒരു പ്രധാന വിപണി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആ അഫ്ഗാനിസ്ഥാനാണ് വാതിലടച്ച് പൂട്ടി താഴും താക്കോലിട്ട് സീല് ചെയ്യുന്നത്. അപ്പോൾ 2024 പാകിസ്ഥാന്റെ മൊത്തം കയറ്റുമതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് $1.51 ബില്യൺ കയറ്റുമതി നടന്നിട്ടുണ്ട് എന്നാണ് രേഖകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ ഇതും പോരാതെ അഫ്ഗാനിൽ നിന്നുള്ള ഇറക്കുമതി എന്ന് പറയുന്നത് $6.58 മില്യൺ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുകയും നേരെ തിരിച്ച് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയും ചെയ്യുമ്പോൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം തിരിച്ചടി ആർക്കാണ്? അത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുകയൊന്നുമില്ല. മാത്രമല്ല, പാകിസ്ഥാൻ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിർജീവമായി കിടക്കുന്ന കുറെ ഖനികളുണ്ട്. ആ ഖനികളൊക്കെ എടുത്ത് വെച്ച് നീട്ടിക്കൊണ്ട് മുത്താക്കിയും അസീസിയും ഒക്കെ പറയുന്നത്, ദാ മച്ചാനെ ഇതെടുത്തോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു
ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള എമൗണ്ട് കിട്ടണം. അതായത് ഞങ്ങൾക്ക് വേണ്ടുന്ന ഭാഗം, ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് കിട്ടണം. വിശ്വസിക്കാൻ കൊള്ളാവുന്നത് അളിയനെയാണ്. അതുകൊണ്ട് അളിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ മികച്ച നിക്ഷേപം ആകർഷിക്കാനും തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അഫ്ഗാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, വളരെ കാലമായിട്ട് ഈ പറയുന്ന യുദ്ധത്തിലും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായിട്ട് നിഷ്ക്രിയമായി പോയിട്ടുള്ള ഖനികളുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ. അപ്പൊ ഈ ഖനന കേന്ദ്രങ്ങളൊക്കെയും വീണ്ടും തുറക്കാനും വികസിപ്പിക്കാനുമാണ് അഫ്ഗാൻ നോട്ടമിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഖനനം നടത്താൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയെ ക്ഷണിക്കുന്നത്. ഇതിൽ നോട്ടമിട്ട് നടക്കുന്ന മറ്റ് ആളുകളുണ്ട്, അത് അമേരിക്കയും ചൈനയുമാണ്. പക്ഷെ ഇവർക്ക് ചൈനയെയും അമേരിക്കയെയും വിശ്വസിക്കാൻ പറ്റില്ല, കാരണങ്ങൾ അറിയാലോ. അപ്പൊ സ്വാഭാവികമായും അവർ ക്ഷണിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു, വളരെ ശ്രദ്ധാപൂർവം ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. ഖനനം നടത്താൻ നിങ്ങൾക്ക് അനുമതി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ അത് എന്നാ വാ മക്കളെ നമുക്ക് നാളെ തന്നെ പോയി അവിടെ ഖനനം നടത്താം, അതല്ല നടക്കുക. അതായത് ഇത് അവർ ക്ഷണിച്ചെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശയവിനിമയം കൃത്യമായി നടത്തി അവിടെ എന്തെല്ലാം നമുക്ക് ഉള്ള സാധ്യതകളും മെറിറ്റും ഡീമെറിറ്റും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്ന, ഏറ്റവും ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അഫ്ഗാൻ പ്രതിനിധി സംഘമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ മനീഷ് സിംഗൽ പറഞ്ഞത്, ആ ഖനികൾ ഇന്ത്യൻ ഖനന കമ്പനികൾക്ക് സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്യും എന്നാണ്. എന്നിരുന്നാലും കമ്പനികൾ സമയമെടുക്കുന്ന അതായത് എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയുള്ളൂ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഖനനം നടത്താൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ആക്രമിക്കും എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് പറയാം. എങ്കിലും ചൈനയും അമേരിക്കയും വെറുതെ ഇരിക്കില്ല. അപ്പൊ ഇവര് അസ്ഥിരപ്പെടുത്താനും ആക്രമണം നടത്താനുമുള്ള സാധ്യതകൾ ഏറെയാണ്. അത് പലതരത്തിലായിരിക്കും. അമേരിക്ക ആണെങ്കിൽ ഈ പ്രോക്സി വാറൊക്കെ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതായത് പലതരത്തിലുള്ള ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിയിട്ട് അവരെ കൊണ്ട് നമ്മളെ അടുപ്പിക്കുക. ഏറ്റവും ഒടുവിൽ ഈ ഭീകര സംഘടനകൾ അമേരിക്കയെ പോയിട്ട് തച്ചു തകർക്കുക എന്നുള്ളത് ഇവർക്ക് കിട്ടിയും വാങ്ങിയ ഒരു ശീലമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നമുക്ക് അടി വാങ്ങാനായിട്ട് വലിയ താല്പര്യമില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുത്ത ശേഷം മാത്രം അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നടത്തിയിട്ടേ ഇന്ത്യ പോരുകയുള്ളൂ. അപ്പോൾ ആ പണി നടത്താൻ പോകുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് മാത്രം ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള സാധ്യതകളുള്ളൂ. എന്തായാലും കിട്ടിയ അവസരം മുതലെടുക്കാതിരിക്കാൻ, അതായത് മുതലാക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയും തീരുമാനം എടുക്കുന്നത്. ബാരൈറ്റ്, ക്രോമൈറ്റ്, കൽക്കരി, ചെമ്പ്, ഇരുമ്പയിര്, സ്വർണം, ലിഥിയം, രത്നക്കല്ലുകൾ, പ്രകൃതിവാതകം തുടങ്ങിയ വിഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഏതാണ്ട് 1400-ലധികം ധാതു നിക്ഷേപങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഇറങ്ങാനുള്ള സാധ്യതകൾ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ആ സാധ്യതകൾ നമ്മൾ നോക്കും. പെന്റഗൺ US ജിയോളജിക്കൽ സർവേ സംയുക്ത പഠനം ഒരിക്കൽ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കാത്ത ധാതു സമ്പത്ത് ഏകദേശം $1 ട്രില്യൺ ആണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ $1 ട്രില്യൺ ധാതു സമ്പത്താണ് അവിടെ ഉള്ളത്. അത് നമ്മളുടെ അടുത്ത് വന്നിട്ട് എടുത്തോളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് എടുക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുറവ് അവിടെയുണ്ട്. പരിമിതമായിട്ടുള്ള വൈദഗ്ധ്യം അവർക്കൊരു പ്രശ്നമാവുന്നുണ്ട്. മുൻകാല സുരക്ഷാ ആശങ്കകൾ അവർക്ക് ഒരു പ്രശ്നമാകുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവിടെ സ്ഥിരമായ ഒരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അവിടെ ഉണ്ടായ വിഷയങ്ങൾ അത്രത്തോളം, അതായത് നാളുകളോളം നീണ്ടു നിൽക്കുന്ന, എന്നും അസ്ഥിരമായി കിടക്കുന്ന ഒരു മേഖലകളാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. ഈ മതഭരണകൂടം വന്നു, അവർ നമ്മളോട് വളരെ നല്ല അലയൻസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ അവരുടെ രാജ്യത്തെ ഏത് രീതിയിൽ അതിനെ പടുത്തുയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവർക്ക് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പണികൾ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിനു മുമ്പ് അവർക്ക് സമ്പത്ത്, അവരുടെ പക്കൽ ഈ നമ്മൾ പറയില്ലേ ഖജനാവിൽ വല്ലതും വേണമല്ലോ, ആ ഖജനാവിൽ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന $1 ട്രില്യൺ ധാതു സമ്പത്ത്.
ആ ധാതു സമ്പത്താണ് ഇവർ പറയുന്നത് ഇന്ത്യയുടെ നിങ്ങൾ എടുത്തുകൊള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, ഇത് നിങ്ങൾ എടുത്തുകൊള്ളുക, പകരം അതിൽ അത് കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു പങ്ക് നമുക്ക് തരിക എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സ്വകാര്യ കമ്പനികളോടുള്ള കാബൂളിന്റെയൊക്കെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യക്ക് ആഭ്യന്തര ഉപയോഗത്തിനായിട്ട് ഈ ധാതുക്കളൊക്കെ വേർതിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് വീണ്ടും കയറ്റുമതി ചെയ്യാനോ ഒക്കെ കഴിയുമെന്ന് മുമ്പേ പറഞ്ഞ ANI, അതായത് മുമ്പേ പറഞ്ഞിട്ടുള്ള ആള്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇത് കൂടുതൽ പരിശോധനകളൊക്കെ, അതായത് അഫ്ഗാനിസ്ഥാന്റെ കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യ കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം അതിന്റെ മെറിറ്റും ഡീമെറിറ്റും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശത്രുക്കൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഒരു മുൻകരുതൽ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇതൊന്നും എടുക്കാതെ നമുക്ക് ഈ പറയുന്ന പോലെ ട്രംപ് ചെയ്യുന്ന പോലെ ഇന്ന് ഒപ്പിട്ട് നാളെ സാക്ഷാത്കരിക്കുന്ന ഒരു പരിപാടിയല്ല ഇതെന്നുള്ളത് ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും ഇന്ത്യയുടെ ശത്രുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും അതിനെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും കൃത്യമായിട്ടും ഇന്ത്യ അത് മനസ്സിലാക്കി തന്നെയാണ് ഇടപെടുക. എന്തായാലും ഈ $1 ട്രില്യൺ ധാതു സമ്പത്ത് ഇന്ത്യ വിട്ടുകളയാനുള്ള സാധ്യതകളില്ല. മാത്രമല്ല പാകിസ്ഥാന് പൂട്ടിടുന്ന ഒരു രീതിയിലേക്ക് അഫ്ഗാനിസ്ഥാൻ പോകുമ്പോൾ ആ രാജ്യത്തെ കൂടി നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.